നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂർ തുമരക്കാവിൽ ട്രെയിൻ തട്ടി മരണപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞു. തിരൂർ ജില്ലാശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മധ്യവയസ്കന്റെ മൃതദേഹം അഴുകിയതായി പരാതി. പാണക്കാട് ഖാദി ഫൗണ്ടേഷന്റെ മഹല്ല് നേതൃസംഗമം സമാപിച്ചു. താനൂരിൽ ക്ഷേത്രത്തിലും പള്ളിയിലും മോഷണം. ഭണ്ഡാരങ്ങൾ തകർത്ത് പണം മോഷ്ടിച്ചു. ചെമ്മാട് കോഴിക്കോട് റോഡിലെ കെട്ടിട സമുച്ചയത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം. കൂട്ടിൽ കയറി താറാവുകളെ കൊന്ന മലമ്പാമ്പിനെ പിടികൂടി. വിശദമായ വാർത്തകൾ. തിരൂർ തുമരക്കാവിൽ ട്രെയിൻ തട്ടി മരണപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞു. പത്തനംതിട്ട കാട്ടൂർ കോഴഞ്ചേരി സ്വദേശി മാവുങ്കമണ്ണിൽ നാസറാണ് ശനിയാഴ്ച രാവിലെ പൂക്കയിൽ തുമരക്കാവിന് സമീപത്ത് ട്രെയിൻ തട്ടി മരിച്ചത്. ഞായറാഴ്ച രാത്രിയോടെയാണ് ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞത്. ശനിയാഴ്ച രാവിലെയാണ് സംഭവം. കണ്ണൂർ കോയമ്പത്തൂർ ട്രെയിൻ തട്ടിയാണ് നാസർ മരണപ്പെട്ടത്. കഴിഞ്ഞ 28-നാണ് നാസർ വീട്ടിൽ നിന്നും പോന്നത്. കോഴഞ്ചേരി വെണ്ണക്കുളത്ത് തുണിക്കട നടത്തിവരികയാണ് നാസർ. മൃതദേഹം തിരൂർ ജില്ലാശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കാട്ടൂർ പുത്തൻപള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിയിൽ ഖബറടക്കും. നസീറയാണ് ഭാര്യ. മുഹമ്മദ് അൻസിൽ, അനീഷ എന്നിവർ മക്കളാണ്. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂർ ജില്ലാശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മധ്യവയസ്കന്റെ മൃതദേഹം അഴുകിയതായി പരാതി. ശീതീകരണ സംവിധാനം പ്രവർത്തിക്കുന്നതിൽ ആശുപത്രി അധികൃതർ വരുത്തിയ വീഴ്ചയാണ് മൃതദേഹം അഴുകാൻ കാരണമെന്ന് ആരോപണം. എന്നാൽ മതിയായ മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നതായും വീഴ്ച വരുത്തിയിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ശനിയാഴ്ച രാവിലെ പൂക്കയിൽ തുമരക്കാവിന് സമീപത്ത് വെച്ച് ട്രെയിൻ തട്ടി മരിച്ച പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി മാവുങ്കമണ്ണിൽ നാസിറിന്റെ മൃതദേഹമാണ് മോർച്ചറിയിൽ അഴുകിയതായി പറയുന്നത്. ഞായറാഴ്ച രാത്രിയോടെയാണ് ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞത്. മോർച്ചറിയിലെത്തിയ ഡോക്ടർമാരുമായി ബന്ധുക്കൾ വാക്കേറ്റമുണ്ടായി. അപ്പൊ ഇവിടുത്തെ ഒരു സാർ ഈ മോർച്ചറിയുടെ ഇൻചാർജ് ആണെന്ന് അറിയില്ല. സാർ നിങ്ങളുടെ ബോഡി അല്ലല്ലോ, നിങ്ങളുടെ ബോഡി വേറെയാണ്. ഞങ്ങളുടെ ബോഡി ഇവരെ ബോഡി എന്നല്ല, മൃതദേഹ ശരീരത്തിനോട് കാണിച്ച അനാസ്ഥയാണ് കാണുന്നത്. അവിടെ നിങ്ങളുടെ ബോഡി വേറെയാണ്. മൃതദേഹത്തോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള അനാദരവിന് നിസ്സാരമായി കാണാൻ കഴിയില്ലെന്ന് ആരോപണമുയർന്നു. ഞങ്ങള് ചാവക്കാട് നിന്ന് വരിക. ഞങ്ങളുടെ മാമന്റെ മകൻ ഇന്നലെ രാത്രി ഇവിടെ പുത്തനത്താണി വെച്ചിട്ട് ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. അപ്പോൾ തിരൂർ ജില്ലാ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾക്കായിട്ട് രാവിലെ എത്തിച്ചേരാൻ പോലീസ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്നതാണ്. അപ്പോൾ 2 ദിവസമായിട്ട് റെയിൽവേ ട്രാക്കിൽ നിന്ന് ഒരു ട്രെയിൻ തട്ടിയിട്ടൊരു മൃതദേഹം ജില്ലാ മോർച്ചറിയിൽ. അത് കാണാൻ അവരുടെ കുടുംബാംഗങ്ങൾ വന്നപ്പോൾ മോർച്ചറി തുറന്നപ്പോൾ നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉള്ള മീൻ മാർക്കറ്റിൽ പോലും ഇന്നത്തെ കാലത്ത് ഇത്തരം ദുർഗന്ധം വമിക്കുന്നില്ല. അത്ര വലിയ ദുർഗന്ധമാണ് ഈ ജില്ലാ മോർച്ചറി തിരൂർ ആശുപത്രിയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല, അത്ര വലിയ ദുർഗന്ധം. അപ്പോൾ ഇതുമായി കാര്യങ്ങളെ ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ നീക്കി. ഇപ്പോൾ ഡോക്ടറും പോലീസൊക്കെ വരുന്നത് കാരണം ഓഫാക്കിയിട്ടതാണ് എന്ന് പറയാം. മൃതദേഹത്തെ ചെന്ന് നോക്കിയപ്പോൾ രക്തം വാർന്നൊലിക്കുകയാണ്. ഒരു ഫ്രീസ് ചെയ്ത മൃതദേഹത്തിൽ നിന്ന് ഒരിക്കലും രക്തം വരില്ല. ശക്തമായ നിലയിലുള്ള ദുർഗന്ധം വമിക്കുക.
ഒരു ആൾക്കും അടുത്ത് നിൽക്കാൻ കഴിയാത്ത നിലയിൽ. അപ്പം ഇതിനൊക്കെ ആർമയും മറ്റു അധികാരികളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മൃതശരീരത്തോടും ഇത്തരം അനാസ്ഥ കാണിക്കാൻ പാടുള്ളതല്ല. ആര് ജാതി മതഭേദമില്ലാതെ ആര് മരിച്ചാലും ആ മൃതദേഹത്തെ ബഹുമാനിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ ഇവിടുത്തെ ബന്ധപ്പെട്ട MLA വിളിച്ചപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അവർ പറയുകയും അടിയന്തരമായിട്ട് ഇടപെട്ടിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇപ്പൊ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെയുള്ള ഓഫീസേഴ്സും ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലെ അധികാരികളൊക്കെ ഇതിനെക്കുറിച്ച് ന്യായീകരിക്കുക. അതുണ്ടാവും, 3 ദിവസം ആയ മൃതദേഹത്തിൽ നിന്ന് ദുർഗന്ധം വരും. അങ്ങനെയാണെങ്കിൽ സ്ട്രീറ്റിൽ കിടത്തിയാൽ പോരെ, ദുർഗന്ധം വരുന്നത്. ഇത് നമ്മൾ ഫ്രീസ് ചെയ്ത സാധനത്തിൽ നിന്ന് ഒരു ദുർഗന്ധമോ ഒരു ബ്ലഡോ ലീക്ക് ഔട്ട് ആകാൻ പാടില്ല. അതല്ല. അപ്പൊ ഇത്രയും അനാസ്ഥ നടന്നുകൊണ്ടിരിക്കണം നമ്മുടെ ഈ കേരളത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്നതാണ്. മറ്റിതര ഹോസ്പിറ്റാലിറ്റിയിലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊക്കെ പോകുമ്പോൾ ഒരു ദുർഗന്ധമോ അഴുകിയ ജഡനോ എന്തിൽ നിന്നും ഫ്രീസ് ചെയ്തതിൽ നിന്ന് വരാറില്ല. ഈ അനാസ്ഥ മാറണം. മൃതദേഹത്തോട് ഇത്തരം അനാദരവ് കാണിക്കുന്നത് പാടുള്ളതല്ല. നമ്മൾ എന്താ പറയാ, നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ പറയുന്ന ഒരു പട്ടിക്ക്, ചത്ത പട്ടിക്ക് കൊടുക്കുന്ന വില പോലും മനുഷ്യന് കൊടുക്കാത്തൊരവസ്ഥ മാറേണ്ടതുണ്ട്. ഇത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഓഫീസർ വന്നിട്ട് പറഞ്ഞത് നിങ്ങളെ മൃതദേഹമല്ലല്ലോ മറ്റു ഞങ്ങളത് നിങ്ങളെന്നുള്ള ഒരു വേർതിരിവ് ഞങ്ങൾക്കിടയിലില്ല. ഞങ്ങളൊക്കെ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചാടി ഇറങ്ങി പ്രവർത്തിക്കുന്നതാണ്. ആരുടെ മൃതദേഹമായാലും ഈ അവസ്ഥ പാടുള്ളതല്ല. ഇത് അധികാരികളിൽ എത്തണം. ഇത്തരം കാര്യങ്ങൾ ഇതിനൊരു മാറ്റം ഉണ്ടാവണം. നമ്മൾ മനുഷ്യരാണ്, എവിടെ വെച്ച് എന്ത് സംഭവിക്കാം. ഇതുപോലെ മോർച്ചറികളിലൊക്കെ അകപ്പെട്ടു പോവാം. നമുക്കും ഈ ഗതി ആർക്കും ഈ കേരള മണ്ണിൽ വരാൻ പാടുള്ളതല്ല. ശീതീകരണ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിൽ ആശുപത്രി അധികൃതർ വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം. മോർച്ചറിയുടെ പ്രവർത്തനത്തിൽ തുടർച്ചയായി പരാതി ഉയർന്നിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുകയാണ് അധികൃതരെന്നും പറയുന്നു. അതേസമയം നിലവിൽ ശീതീകരണ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. 2 ദിവസം നീണ്ടുനിന്ന തിരൂർ മേഖലാതല പാണക്കാട് ഖാദി ഫൗണ്ടേഷന്റെ മഹല്ല് നേതൃസംഗമം സമാപിച്ചു. തിരൂർ വാഗൻ ട്രാജഡി ടൗൺ ഹാളിൽ നടന്ന സംഗമം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പാണക്കാട് തങ്ങൾമാർ ഖാദിമാരായ തിരൂർ, താന്നൂർ, കോട്ടയ്ക്കൽ, തവനൂർ, പൊന്നാനി മണ്ഡലങ്ങളിലെ 200ഓളം മഹല്ലുകളിൽ നിന്നുള്ള ഭാരവാഹികളും ഖത്തീബുമാരും പങ്കെടുത്ത സംഗമത്തിൽ 1000-ലധികം പ്രതിനിധികൾ പങ്കെടുത്തു. ചടങ്ങിൽ സമസ്ത മുഷവറ അംഗം MP മുസ്തഫൽ ഫൈസി അധ്യക്ഷത വഹിച്ചു. നേരത്തെ മൗലിദ് സദസ്സോടെ ആരംഭിച്ച പരിപാടിക്ക് തുടക്കം കുറിച്ച് സമസ്ത മുഷവറ അംഗം ഷൈഖുന ഇസ്മായിൽ മുസ്ലിയാർ പ്രാർത്ഥന നടത്തി. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. PK കുഞ്ഞാലിക്കുട്ടി MLA മുഖ്യാതിഥിയായി. MP അബ്ദുൽ സമദ് സമദാനി MPയെ ആദരിച്ചു. സമസ്ത മുഷവറ അംഗങ്ങളായ ഡോക്ടർ ബഹൌദ്ദീൻ നദ്വി, കോറാട് സൈതാലിക്കുട്ടി ഫൈസി എന്നിവർ സംസാരിച്ചു. നാസർ ഫൈസി കൂടത്തായി, ഹസൻ സഖാഫി പൂക്കോട്ടൂർ, ഡോക്ടർ ഓണംപള്ളി മുഹമ്മദ് ഫൈസി എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. സലീം എടക്കര ഖാദി ഫൗണ്ടേഷൻ പദ്ധതി രേഖ അവതരിപ്പിച്ചു. MLA-മാരായ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, കുറുക്കുളി മൊയ്തീൻ, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, അബ്ദുറഹിമാൻ രണ്ടത്താണി, അഷ്റഫ് കൊക്കൂർ, വെട്ടം ആലിക്കോയ, VKM ഷാഫി, സുലാഹുദ്ദീൻ ഫൈസി, കീഴേടത്തിൽ ഇബ്രാഹിം ഹജി, കാടാമ്പുഴ മൂസ ഹാജി, PKK തങ്ങൾ എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. താനൂരിൽ ക്ഷേത്രത്തിലും പള്ളിയിലും മോഷണം. ഭണ്ഡാരങ്ങൾ തകർത്ത് പണം മോഷ്ടിച്ചു. താനൂർ ശോഭപറമ്പ് ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലും നടക്കാവ് മുസില്യാൻ ജുമാ മസ്ജിദിലുമാണ് മോഷണം നടന്നത്. ഞായറാഴ്ച പുലർച്ചെയോടെയാണ് 2 സ്ഥലത്തും മോഷണം. താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പള്ളിയിലെയും ക്ഷേത്രത്തിലെയും CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങളുണ്ട്. താനൂർ ശോഭപ്പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും നടക്കാവ് ജുമാ മസ്ജിദിലുമാണ് ഞായറാഴ്ച പുലർച്ചെയോടെ മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ പ്രധാന കവാടത്തിലെ ഭണ്ഡാരം ഉൾപ്പെടെ 5 ഭണ്ഡാരങ്ങളാണ് തകർത്തത്. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തുള്ള ഭണ്ഡാരത്തിലെ പണമാണ് നഷ്ടപ്പെട്ടത്. മറ്റ് 4 ഭണ്ഡാരങ്ങളുടെയും പൂട്ടുകൾ തകർത്തെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്ന് പുലർച്ചെ ക്ഷേത്രം പൂജാരി വന്ന സമയം ഏകദേശം 4:50 ആണ് അവർ വിവരം അറിയുന്നത്. വന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തുള്ള ഭണ്ഡാരം പൊളിച്ചതായിട്ടാണ് അദ്ദേഹം കണ്ടത്. ആ സമയത്ത് അദ്ദേഹം പ്രസിഡൻ്റായി എന്നെ വീട്ടിലേക്ക് വിളിച്ച് വിവരങ്ങളൊക്കെ അറിയിച്ച് രാവിലെ വന്ന് നോക്കിയ സമയത്ത് 5 ഭണ്ഡാരവും അത് പൊളിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഭണ്ഡാരം, പ്രധാനപ്പെട്ട ഭണ്ഡാരമുണ്ട്, ആ ഭണ്ഡാരം പൊളിച്ച് അതിൽ പൈസയിലും മോഷ്ടിച്ചിട്ടുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി CCTV നിരീക്ഷിച്ച് കാര്യങ്ങളൊക്കെ അവർ നോക്കി അതിനുള്ള എല്ലാ പരിഹാരങ്ങളും അവർ കാണാമെന്ന് പറഞ്ഞ് ക്ഷേത്രത്തിൻ്റെ അധികാരികളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു 4-5 വർഷം മുന്നേ കടന്ന് അന്ന് എല്ലാ പൂട്ടുകളും, ഭണ്ഡാരത്തിൻ്റെ എല്ലാ പൂട്ടുകളും പൊട്ടിച്ച് ക്ഷേത്രത്തിനകത്തുള്ള ഒരു 5-6 മേശൻ്റെ വലിപ്പമൊക്കെ പൊട്ടിച്ചതായിരുന്നു. അന്ന് കാര്യമായിട്ട് പണങ്ങളൊന്നും പോയിട്ടില്ല.
അന്ന് ഇതേമാതിരി ഫിംഗർ പ്രിൻറ്റിൻ്റെ ആൾക്കാരൊക്കെ വന്ന് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, അതൊന്നും കിട്ടിയിട്ടില്ല. ഇന്നും ഫിംഗർ പ്രിൻറ്റിൻ്റെ ആൾക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അവരെത്താമെന്ന് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പും ക്ഷേത്രത്തിൽ മോഷണം നടന്നിട്ടുണ്ട്. മോഷ്ടാവിനെ എത്രയും വേഗം പിടികൂടണമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പള്ളിൻ്റെ 2 പെട്ടികളും പൊളിച്ചതായാണ് കാണുന്നത്. സമയം ഏകദേശം രാത്രി 2:12 ആണ് ഇതിൽ കാണുന്നത്, ക്യാമറയിൽ കാണുന്നത്. ശരിക്കും ആളെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, പക്ഷേ സംഖ്യ ഒന്നും നിഗമനപ്പെടുത്താൻ പറ്റില്ല. ഞങ്ങൾ ആഴ്ചക്ക് കളക്ഷൻ എടുക്കുന്നതാണ്, അതുകൊണ്ട് സംഖ്യ എത്ര ഉണ്ടാകുമെന്നത് വലിയ സംഖ്യയും ഒരു ചെറിയ സംഖ്യയും വരാം. എത്ര എന്നുള്ളത് തിട്ടപ്പെടുത്തി പറയാൻ പറ്റില്ല. ഏതായാലും സംഖ്യൻ്റെ മാത്രമല്ല, ഇത്രയൊരു സ്ഥാപനത്തിന് ഇങ്ങനത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇതായിട്ട് കണക്കാക്കണം. ചെറുതാണെങ്കിലും ഇമേലിൽ അത്തരം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും വേണം. അതാണ് പറയാനുള്ളത്. പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പോലീസ് വന്ന് എല്ലാ അന്വേഷണം നടത്തിയിട്ടുണ്ട്. നടക്കാവ് ജുമാ മസ്ജിദിന്റെ 2 സംഭാവന പെട്ടികളാണ് തകർന്നത്. 2ലെയും പണം മോഷ്ടിച്ചു. പള്ളിയിലെ CCTVയിലും മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. താനൂർ പോലീസ് കേസെടുത്തു. വെട്ടം ന്യൂസ്, താനൂർ. തിരൂരങ്ങാടി ചെമ്മാട് കോഴിക്കോട് റോഡിലെ കെട്ടിട സമുച്ചയത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ കത്തി നശിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളുണ്ടായി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. കോഴിക്കോട് റോഡിലെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ 1ാം നിലയിലും താഴത്തെ നിലയിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങളാണ് കത്തി നശിച്ചത്. LED ലൈറ്റുകൾ വിൽപ്പന നടത്തുന്ന ഷഫിൻ ഡെക്കറേഷൻ, മിഠായി വിൽപ്പന നടത്തുന്ന അൽ കസിം, ഫ്രോസൺ ചിക്കൻ വിൽപ്പന നടത്തുന്ന അൽതാജ് എന്നീ സ്ഥാപനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു. സമീപത്തെ ഹെൽത്ത് ബ്രിഡ്ജ് അക്കാദമിയിലും നാശനഷ്ടങ്ങളുണ്ടായി. അഗ്നിരക്ഷാസേന, പോലീസ്, സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ 2 മണിക്കൂറിലേറെ പരിശ്രമിച്ചാണ് തീയണയ്ക്കാനായത്. തീപിടുത്തത്തിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. ഞായറാഴ്ചയായതിനാൽ തിരക്ക് കുറഞ്ഞതും ചില സ്ഥാപനങ്ങൾ അവധിയായതും അപകടം കുറയ്ക്കുന്നതിന് സഹായകരമായി. വൈദ്യുതി സംവിധാനത്തിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. വെട്ടം ന്യൂസ്, മലപ്പുറം. താറാവുകളെ കൊന്ന മലമ്പാമ്പിനെ പിടികൂടി. കൂട്ടിലായത് 12 അടി നീളമുള്ള പാമ്പ്. ആലത്തിയൂർ പൊറ്റോടി ചാലിയപ്പാടത്തെ ജമാലിന്റെ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. കോഴികളും താറാവുമുള്ള കൂട്ടിൽ കയറിയ പാമ്പ് 2 താറാവുകളെ കൊല്ലുകയും ഇതിലൊന്നിനെ അകത്താക്കുകയും ചെയ്തു. നാട്ടുകാർ പാമ്പ് പിടുത്തക്കാരനായ നസീർ അണ്ണശ്ശേരിയെ വിവരമറിയിച്ചു. ഇയാളെത്തി കൂട്ടിൽ നിന്ന് പാമ്പിനെ പിടികൂടുകയായിരുന്നു. പാമ്പിന് 15 കിലോയിലേറെ ഭാരമുണ്ട്. സമീപത്തെ തോട്ടിലൂടെയാണ് പാമ്പ് വന്നതെന്നാണ് കരുതുന്നത്. പിടികൂടിയ പാമ്പിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെ വനം വകുപ്പിന് കൈമാറി. വെട്ടം ന്യൂസ്, ആലത്തിയൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.